പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയ സംഭവത്തിൽ എതിരെ അതീവ ഗുരുതര ആരോപണവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. കേസിലെ മുഴുവൻ പ്രതികൾക്കും പരോൾ നൽകുക വഴി നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് DCC അധ്യക്ഷൻ PK ഫൈസൽ ന്യൂസ് 18നോട് പറഞ്ഞു. കലാപമുണ്ടാക്കി ഇതുവഴി UDF സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും PK ഫൈസൽ കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്കും പരോൾ അനുവദിക്കുന്നു. 5 പ്രതികൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് DCC ഇതിനെ കാണുന്നത്? ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടതിന് ശേഷം അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്താണ് കല്യോട്ടെ ശരത്ലാൽ കൃപേഷ് കൊലപാതകികൾക്ക് പരോൾ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മൾ പറയുന്നത് ഈ കൊടും ക്രിമിനലുകൾക്ക്, ഈ കൊലപാതകികൾക്ക് പരോൾ കൊടുത്തത് വഴി നാട്ടിൽ അക്രമങ്ങളും അരാജകത്വങ്ങളും ഉണ്ടാക്കി സമാധാനം അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢലക്ഷ്യമാണ് CPM പാർട്ടി ഇതിൻ്റെ പിന്നിലുള്ളത്. കാരണം 102 സീറ്റുകളോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ മുഖച്ഛായ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് ഈ കൊലപാതകികൾക്ക്, ഇത്രയും കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻ LDF സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരോൾ അനുവദിച്ചാൽ കൂടി നടത്തിയിട്ടുള്ളത്. ഒരു തർക്കവും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ, ജില്ലയിലെ പ്രവർത്തകന്മാർ ഇന്നലെ തന്നെ ഇതിനെതിരായി ശക്തമായ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനും അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ക്ഷമയോടുകൂടി നിൽക്കുന്നത്. ഒരു തർക്കവും വേണ്ട. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പരോൾ അനുവദിച്ചതുൾപ്പെടെ ഈ കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കിയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും നിയമപരമായി ജില്ലയിലെ പാർട്ടി നേതൃത്വം നേരിടും. ബന്ധപ്പെട്ട അധികാരികൾക്ക്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രികൾക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന എല്ലാ ഗൂഢാലോചനയെക്കുറിച്ച് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ നിയമ പോരാട്ടവുമായി ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഇതിൽ പ്രധാനമായും ഇപ്പോൾ കുടുംബം പറയുന്നത് ഇവർക്ക് ജയിലിൽ വലിയ സുഖവാസം അനുഭവപ്പെട്ടു. അതുകൂടാതെ ഇപ്പോൾ യഥേഷ്ടം പരോള് ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി നടന്നു. അതോടൊപ്പം ഈ ഗൂഢാലോചനയിൽ ഒരു പുനരന്വേഷണം വേണമെന്ന ആവശ്യവും അവർ പറയുന്നുണ്ട്. അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഏത് തരത്തിലായിരിക്കും ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുക? മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാണുമെന്നാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. ഏത് തരത്തിലായിരിക്കും ഇടപെടൽ ഉണ്ടാകുക? ആ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഈ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളായ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബവും അവരുടെ അച്ഛനമ്മമാർ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിൻ്റെ ഇനിയും ഉള്ള എല്ലാ പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എല്ലാറ്റിനും പിന്തുണ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിക്കൊണ്ട് എല്ലാ നിയമ പോരാട്ടങ്ങളുമായി ആ കുടുംബത്തോടൊപ്പം ജില്ലയിലെ പാർട്ടി നേതൃത്വം ഉണ്ടാവും. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പ്രതികൾക്ക് പരോൾ നൽകുക വഴി നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം CPMന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് സംശയിക്കുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.